ഹായ് ഹലോ. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓണാഘോഷങ്ങളിലായിരിക്കും. നമ്മുടെ PYQ സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡാണ് 048/2026. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 51 നോക്കിയാൽ 51 എന്താ പറഞ്ഞിരിക്കുന്നത്? The product of a 4-digit number 1A4B and a single digit number B is 8A2B. What is the value of the digit A? അതായത് ഒരു 4-digit നമ്പർ തന്നിട്ടുണ്ട് 1A4B. പിന്നെ എന്താണ് ആ 4-digit നമ്പറിനെ 4 ഡിജിറ്റ് ഉള്ള ആ നമ്പറിനെ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള B ഉണ്ട് മൾട്ടിപ്ലൈങ് ഇൻറ്റു ചെയ്യുമ്പോഴത്തേനും എന്ത് കിട്ടും? ഒരു 4-digit നമ്പർ കിട്ടും. 8A2B എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഡിജിറ്റ് എ? അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്താണ്? ഏത് ഇവിടെയും ഉണ്ട് എ, ഇവിടെയും എ ഉണ്ട് ഇല്ലേ? അപ്പോൾ എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ള. മലയാളം ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു 4 അക്ക സംഖ്യയായ 1A4Bയുടെയും ഒറ്റ അക്ക സംഖ്യയായ ബിയുടെയും ഗുണനഫലം 8A2B ആണ്. എ എന്ന അക്കത്തിൻ്റെ മൂല്യം കണ്ടുപിടിക്കണം. എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? 1A4Bയും അതുപോലെ ബിയും കൂടെ ഇൻറ്റു ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 1A4B അതിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നു? ബി കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആൻസറായിട്ട് 8A2B കിട്ടും. അങ്ങനെ നമ്മൾ എഴുതി. ഒരു നമ്പർ ആണെന്ന് വിചാരിച്ച് നമ്മൾ എഴുതി. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നോക്കിയേ, ബിയും ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ്? ബി തന്നെ കിട്ടുന്നു. ഇവിടെ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ബിയും ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ ബി തന്നെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബിയെ നമ്മൾ നോക്കണം. ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒറ്റ അക്ക സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ഒറ്റ അക്ക സംഖ്യ ആണെങ്കിൽ ഏതൊക്കെയാണ് ഒറ്റ അക്ക സംഖ്യ? 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുണ്ട്. ഈ സംഖ്യകളിൽ ഏതൊക്കെ സംഖ്യകൾ ഇൻറ്റു ചെയ്യുമ്പോഴാണ് അതേ സംഖ്യ തന്നെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ലാസ്റ്റ് ഡിജിറ്റ് അത് തന്നെ കിട്ടുന്നു. 1 × 1 1 അപ്പോൾ 1 വരാം. ബി ആയിട്ട് ആരൊക്കെ വരാം? ബി ആയിട്ട് നമുക്ക് 1 എടുക്കാം. അടുത്തത് ബി ആയിട്ട് ആരെടുക്കാം? 2 എടുത്ത് നോക്കാം. 2 × 2 എന്ന് പറയുന്നത് 4 അപ്പോൾ അത് വരില്ല. 3 എടുത്ത് 3 × 3 9 അത് വരില്ല. 4 എടുത്ത് 4 × 4 16 അപ്പോൾ അതിൽ 6 വരുന്നത്, അത് വരത്തില്ല. 5 × 5 എന്താണ്? 25 ലാസ്റ്റ് എന്ത് വരുന്നു? 5 വരുന്നു. അപ്പോൾ ബി ആയിട്ട് 5നെ എടുത്താലും എന്തെന്ന് വരുന്നു? ലാസ്റ്റ് അതേ ഡിജിറ്റ് തന്നെ വരുന്നു. 6 36 അപ്പോൾ 6 വേണമെങ്കിലും വരാം. ബി എന്ന് പറയുന്നത് എന്താവാം? 6 ആവാം. അടുത്തത് 7 49 വരത്തില്ല. 8 64 വരത്തില്ല. 9 81 ലാസ്റ്റ് 1 വരത്തില്ല അല്ലേ? അപ്പോൾ ബി ആയിട്ട് എന്ത് വരില്ല? ബാക്കി ഈ പറഞ്ഞ നമ്പേഴ്സ് ഒന്നും വരില്ല. 1 5 6 ഇതിൽ ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും എന്തായിട്ട് വരുന്നത്? ബി ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബിക്ക് ഇവിടെ 1 ഇട്ട് നോക്കാം. ബിക്ക് 1 ഇട്ടാൽ എങ്ങനെ വരും? 1A4 1 എന്ന് വരും. ഇൻറ്റു 1 = 1 × 1 എത്രയാണ്? 1 എന്ന് കിട്ടും. 4 × 1 എത്രയാവും? 4 എന്ന് വരും. ഇവിടെ നമുക്ക് എത്രയാണ് വേണ്ടത്? 2 ആവും. അപ്പോൾ 1 അല്ല. ഇവിടുത്തെ നമ്പർ എന്തല്ല? 1 അല്ലെന്ന് മനസ്സിലായി. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? 5 ഇട്ട് നോക്കാം. 1A4 ബിക്ക് പകരം എന്ത് കൊടുക്കാം? 5 എന്ന് കൊടുക്കാം. 5 ഇട്ട് കൊടുത്തു. 5 × 5 എത്രയാണ്? 5 ആയി അല്ലേ? 5 × 5 25ൽ 5 എഴുതി, ബാക്കിയുള്ള 2 ഉണ്ട്. ഇനി 5 × 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 + 2 എത്രയാവും? 22 ആവും. അടുത്ത് ഇവിടെ 2 വന്നു അല്ലേ? ബാക്കിയുള്ള റിമൈൻഡർ ശിഷ്ടം എന്ത് വന്നു? 2 വന്നു. അതവിടെ കൊടുത്തു. ഇനി ഇവിടെയുള്ള ഈ എയും ഈ 5ഉം കൂടെ ഇൻറ്റു ചെയ്യണം. എന്നിട്ട് ആ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര വരുന്നു? അതേ നമ്പർ തന്നെ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷനിലോട്ടൊന്ന് നോക്കി നോക്കാം. ഓപ്ഷൻ നോക്കിയേ, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ആദ്യം നമുക്ക് 4 കൊടുക്കാം. 5 4 എന്തെന്ന് വരുന്നു? എക്ക് പകരം വാല്യൂസ് കൊടുക്കുന്നതാണ്. 5 4 എത്ര വരുന്നു? 20 എന്ന് വരുന്നു. 20 2 22. നമ്മൾ എത്രയാണ് കൊടുത്തത്? എക്ക് പകരം 4 കൊടുത്തത്. നമുക്ക് എന്ത് വരണം? അവിടെ 4 തന്നെ വരണം. അപ്പോൾ അത് വരുന്നില്ല. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. എക്ക് പകരം എന്ത് കൊടുക്കാം? 5 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷനാണ്. 5 കൊടുത്ത് നോക്കാം. അപ്പോൾ എങ്ങനെ വരുന്നു? ഇവിടെ 5 × 5 എത്രയാണ്? 25 25 + 2 27 വരുന്നു. നമുക്കിവിടെ എന്ത് വരണം? ഇവിടെ 5 തന്നെ വരണം. കാര്യം എയുടെ വാല്യൂ എന്താണ് അത് തന്നെ ഇവിടെ വരണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തല്ല? 5ഉം അല്ല, ഓപ്ഷൻ ബിയും അല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സി ഇട്ട് കൊടുക്കാം. സി എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ എക്ക് പകരം 6 കൊടുക്കുന്നു. 5 6 എന്ത് വരുന്നു? 30 എന്ന് വരുന്നു. 32 ഇവിടെ 2 വന്നു അല്ലേ? അപ്പോൾ 2 എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ത് വരണം? എക്ക് എത്രയാണോ കൊടുത്ത അതേ വാല്യൂ തന്നെ വരണം. അതും വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ സിയും അല്ല. ഇനി അടുത്തത് ഓപ്ഷൻ ഡി 7 കൊടുത്തു നോക്കാം. 7 കൊടുക്കുമ്പോൾ എന്ത് വരുന്നു?
7 5 35. 35 രണ്ടും എന്ത് വരുന്നു 37 എന്ന് വരുന്നു. 37 എന്ന് വന്ന് കൊടുത്തു. നോക്ക്, നമ്മൾ എ ആയിട്ട് കൊടുത്ത വാല്യൂ ഏതാണ്? 7 ആണ്. അവിടെ കിട്ടിയതും എന്ത് തന്നെയാണ്? എ തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 7 എന്ന് വരും. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1/2 × 3 + 1/3 × 4 പ്ലസ് എക്സെട്ര ഇങ്ങനെ 1/9 × 10 ഇതാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്ക്, ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണ്. അപ്പോൾ 52ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ, 1/2 × 3 അങ്ങനെയാണ് കിടക്കുന്നത്. ആദ്യത്തെ 1/2 × 3 2 × 3 എന്നാണ് കിടക്കുന്നത്. അതെങ്ങനെയാക്കുന്നു? 1/2 × 3. അടുത്തത് 1/3 × 4 അങ്ങനെ 2 3 എഴുതാം. 1/3 × 4. പിന്നെ അടുത്തത് 1/4 × 5 1/4 × 5. ലാസ്റ്റ് വൺ 1/9 × 10. ഓക്കെ, അപ്പോൾ അതെഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എഴുതി നോക്കാം. ഓക്കെ, 1/2 × 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2ൽ നിന്ന് 1/3 മൈനസ് ചെയ്യുമ്പോൾ അല്ലേ 1/2 × 3 ചെയ്യുന്നത് അല്ലേ? 1 × 3 3 വരും. 3 - 2 എന്ന് വരും. 3 - 2 1 ആണ്. 1/ ബാക്കിയുള്ള 2 × 3 എഴുതുന്നു. അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെയാക്കി. അടുത്തത് 1/3 × 4 എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? 1/3 - 1/4 എന്നായിരിക്കും. എളുപ്പ വഴി ഇക്വേഷൻസ് ഉണ്ട്. അത് ഒത്തിരി ഇക്വേഷൻ പലതിനും പല ടൈപ്പിനും പലത് പഠിക്കേണ്ടി വരും. ഇതാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കാം. 1/3 × 4 എന്ന് പറഞ്ഞാൽ 1/3ൽ നിന്ന് 1/4 മൈനസ് ചെയ്യുമ്പോഴാണ് അല്ലേ? അതെങ്ങനെയാണ് വരുന്നത്? 1/3 - 1/4 എന്ന് പറഞ്ഞാൽ 4 - 3/3 × 4 എന്ന് കിട്ടും. 4 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 1/3 × 4 എന്ന് തന്നെ വരും. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്തു? മാറ്റി ഇങ്ങനെ ആക്കി എഴുതി. ഓക്കെ, അടുത്തത് 1/4 × 5ന് പകരം എന്തെഴുതാം? 1/4 - 1/5 എന്ന് എഴുതാം. അതുപോലെ 1/9 × 10 എങ്ങനെ എഴുതാം? 1/9 - 1/10 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എല്ലാം എഴുതി. ഇനി ഇതിനെല്ലാം വാല്യൂസ് കൊടുക്കാം. എങ്ങനെ വരുന്നു? 1/2 × 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/2 - 1/3 ആദ്യത്തേതായി. ഇതൊക്കെ ആയി. അടുത്തത് എഴുതാം. ഇടയ്ക്കൊരു പ്ലസ് ഉണ്ട്. 1/3 - 1/4 വരുന്നു. പ്ലസ് അടുത്തത് 1/4 × 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 - 1/5 ആണ്. അതും എഴുതി. അപ്പോൾ ഇതുമായി. ഇനി അടുത്ത് ലാസ്റ്റത് എഴുതുകയാണ്. പ്ലസ് എക്സെട്ര പ്ലസ് 1/9 × 10. അതെന്താണ്? 1/9 - 1/10 ആണ് അല്ലേ? അപ്പോൾ അതെല്ലാം ആയി. ഇനി നോക്കിയേ, നമുക്കിവിടെ ആരെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. 1/3 ഉണ്ട്, -1/3 ഉണ്ട്, +1/3 ഉണ്ട്, ക്യാൻസലായി. -1/4 ഉണ്ട്, +1/4 ഉണ്ട്, ക്യാൻസലായി ഇല്ലേ? അതുപോലെ -1/5ഉം +1/5ഉം കാണും, അത് ക്യാൻസലാവും. അതുപോലെ ഇവിടെ ഒരു -1/9 കാണും, ഇവിടെ ഒരു -1/9 കാണും, ഇവിടെ ഒരു +1/9 ഉണ്ട്, അത് രണ്ടും ക്യാൻസലാവും. ഇനി -1/10 മാത്രം ക്യാൻസൽ ചെയ്യാനില്ല. അപ്പോൾ എന്തുണ്ട്? ആദ്യം നമുക്കൊരു 1/2 ഉണ്ട്, 1/2 ഉണ്ട്, ലാസ്റ്റ് ഒരു -1/10 ഉണ്ട്. ഇതങ്ങ് ചെയ്താൽ പോരെ? എങ്ങനെ വരും? 10 - 2/2 × 10 2 × 10 എന്ന് വരുന്നു അല്ലേ? 10 - 2 എത്രയാണ്? 8 ആണ്. 8/2 × 10 എന്നാണ്. 2 × 10 വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. 2 × 10 എന്ന് എഴുതി. 2ഉം 8ഉം ക്യാൻസൽ ചെയ്ത് 4 വരും. 4ഉം 10ഉം ക്യാൻസൽ ചെയ്ത് എത്ര വരുന്നു? 2/5 എന്ന് കിട്ടും. 2/5 എന്ന് കിട്ടും. ഓപ്ഷൻ സി. 2/5 കിട്ടി. ഓപ്ഷൻ സി. മനസ്സിലായോ? അപ്പോൾ ഇത് പല ടൈപ്പിലുണ്ട്. ഓരോന്നിനും ഇക്വേഷൻസ് ആണ് ജനറലി എല്ലാവരും പഠിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ഇക്വേഷൻസ് പഠിക്കേണ്ടി വരും. അതിന് പകരം ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്തത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 53ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സ്റ്റുഡൻറ് സ്കോർഡ് 30% ഇൻ ആൻ എക്സാം. ഒരു എക്സാമിൽ ഒരു കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി? 30% മാർക്കാണ് കിട്ടിയത്. ഹി നീഡ്സ് 10% മോർ ഓഫ് ഹിസ് മാർക്സ് ടു പാസ് ദ എക്സാം. അപ്പോൾ കിട്ടിയ മാർക്കിനെക്കാളിലും ഒരു 10% മാർക്ക് കൂടെ കൂടുതൽ കിട്ടിയിരുന്നുണ്ടെങ്കിൽ ആ എക്സാം പാസ്സാവുമായിരുന്നു, അല്ലെങ്കിൽ എക്സാം പാസ്സാവാനുള്ള മാർക്കാകുമായിരുന്നു. വാട്ട് ഈസ് ദ പാസ് പെർസെൻറ്റേജ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാസ് പെർസെൻറ്റേജ് എത്രയാണ്? ഓക്കെ, അപ്പോൾ മലയാളം ക്വസ്റ്റ്യൻ നോക്കാം. 53. ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയിൽ 30% മാർക്ക് നേടി. പരീക്ഷ പാസ്സാകാൻ വിദ്യാർത്ഥിക്ക് 10% കൂടുതൽ മാർക്ക് ആവശ്യമാണ്. വിജയ ശതമാനം എത്രയാണ്? നോക്കാമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇപ്പം എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത്? 30% മാർക്ക് കിട്ടി. 30% കിട്ടി. ഹി നീഡ്സ് 10% മോർ ഓഫ് ഹിസ് മാർക്സ് ടു പാസ് ദ എക്സാം. 30% കൂടെ കൂടുതൽ മാർക്ക് വേണമായിരുന്നു. ഇപ്പം 30 കിട്ടിയിരിക്കുന്നത്. ഇനി 30ൻ്റെ
10% കൂടെ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30ൻ്റെ 10% എത്രയാണ്? 30ൻ്റെ 10% 3 എന്ന് വരും ഇല്ലേ? 30ൻ്റെ 10% കണ്ടുപിടിച്ച് 0 ക്യാൻസൽ ചെയ്ത് 3 എന്ന് വരും. അല്ലെങ്കിൽ തന്നെ 30ൻ്റെ 10% 3 ആണെന്നറിയാം. അപ്പോൾ 30ൻ്റെ കൂടെ ഇപ്പോൾ കിട്ടി 30 മാർക്ക്. അപ്പോൾ ആ 10% എന്ന് പറയുന്ന 3 കൂടെ കൂടുമ്പോൾ മൊത്തം എത്രയായി? 33%. 33 മാർക്കായി. ഇതാണ് എന്ത്? പാസ് പെർസെൻറ്റേജ്. അല്ലെങ്കിൽ 33% എന്തെന്ന് പറയുന്നത്? പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണെന്നല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പാസ് പെർസെൻറ്റേജ്? അത് കിട്ടി. എത്ര? 33%. ഓക്കെ. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് എ സർട്ടൻ എമൗണ്ട് അറ്റ് എ റേറ്റ് ഓഫ് 8% സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years. 2 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു? ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൽ 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇഫ് ഹി ഇൻവെസ്റ്റഡ് ദ സെയിം എമൗണ്ട് കോമ്പൗണ്ടഡ് ആനുവലി ഫോർ 2 years. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ സെയിം എമൗണ്ട് തന്നെ 2 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് വുഡ് ബി 5% ഓഫ് ദ ഇൻവെസ്റ്റഡ് എമൗണ്ട്. അവിടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 5% ആയിരിക്കും ആ ഡിഫറൻസ്. അതായത് 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇട്ടപ്പോഴും അതുപോലെ അതേ എമൗണ്ട് തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോഴും ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എമൗണ്ടിൻ്റെ 5%. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എന്ത് പറഞ്ഞിട്ടില്ല? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടില്ല. അതെത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. അതിന് മുന്നേ മലയാളം ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ ഒരു നിശ്ചിത തുക 8% സാധാരണ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. അതേ തുക വാർഷികമായി 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ചെയ്താൽ, അപ്പോൾ കാണുമ്പോൾ നോക്ക്, കോമ്പൗണ്ട് ചെയ്താൽ അവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മലയാളമൊന്നും കിട്ടില്ല. അവിടെ ഇംഗ്ലീഷിൽ തന്നെ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. പലിശ തുകകൾ തമ്മിലുള്ള വ്യത്യാസം നിക്ഷേപിച്ച തുകയുടെ 5% ആയിരിക്കും കോമ്പൗണ്ട് പലിശ നിരക്ക് കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. 54. ഞാനിവിടെ ഓപ്ഷൻ വെച്ചിട്ട് ഓപ്ഷനിൽ നോക്കി ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? നമ്മൾ എടുക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് അറിയത്തില്ല. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടിന് ആദ്യം ഞാൻ പി എന്ന് കൊടുക്കുന്നു. പി 100 എടുക്കുന്നു. പി 100 ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് അറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ഇയേഴ്സ് 2 വർഷമാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8 ആണ് തന്നിട്ടുണ്ട്. പലിശ നിരക്ക് 8 ആണെന്നറിയാം. അപ്പോൾ ഒന്നാമത്തെ വർഷത്തിൽ എത്രയായിരിക്കും പലിശ കിട്ടുന്നത്? അപ്പോൾ 100 രൂപയുടെ എത്ര? 8% നോക്കണം അല്ലേ? 8% അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100ൻ്റെ 8% കണ്ടുപിടിക്കണം. 100ൻ്റെ 8% എന്ന് പറയുന്നത് എന്ത് വരും? 8 എന്ന് വരും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം 8 ആണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ വർഷം 8 കിട്ടി അല്ലേ? ഇനി രണ്ടാമത്തെ വർഷം വീണ്ടും ഒരു 8 കിട്ടും. അപ്പോൾ അതെന്താവും? 16 ആവും. രണ്ടാമത്തെ വർഷം കൂടെ ആകുമ്പോഴത്തേനും അത് 16 ആവും. രണ്ടാമത്തെ വർഷം 16 രൂപയായി. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് പോകുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് എന്തറിയില്ല? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയില്ല. ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ എമൗണ്ടിൻ്റെ 5% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് 100 ആണ്. 100ൻ്റെ 5% കണ്ടുപിടിക്കണം. എത്രയാണ് 100ൻ്റെ 5% എന്ന് പറയുന്നത്? 5 ആണ്. 100ൻ്റെ 5% 5 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടി. 5 ആണെന്നുള്ളത് കിട്ടി. ഇനി അറിയാം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 5 എന്ന് കിട്ടുന്നത്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയാം. എത്രയാണ്? 16 ആണ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് 16 കുറയ്ക്കുമ്പോൾ എനിക്ക് 5 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ത് കിട്ടുന്നു? -16 അപ്പുറത്ത് പോകുമ്പോൾ +16 ആയി. 16 + 5 21 എന്ന് കിട്ടും. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 21 കിട്ടി അല്ലേ? ഇപ്പോൾ 100 കൊടുത്തപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 21 കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 6 കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 10 ആണെങ്കിൽ 10 കൊടുക്കുകയാണ്. ഓപ്ഷനിലുള്ള 10 കൊടുത്ത് നോക്കുകയാണ്. ബാക്കിയെല്ലാം 8.5, 10.6, 12% അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ 10നെക്കാൾ കൂടുതലാണോ കുറവാണോ 10 ആണോ നോക്കാം. പോയിന്റ് വരുന്നത് ചെയ്യാൻ പാടായതുകൊണ്ട് ആദ്യം 10 എടുത്ത് നോക്കാം. 10 എടുത്ത് നോക്കുമ്പോൾ എന്താ വരുന്നത്? 10 എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് ചെയ്യുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഒന്നാമത്തെ വർഷം എന്ത് കിട്ടും? ഒന്നാമത്തെ വർഷത്തിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 100ൻ്റെ എത്ര ശതമാനം നോക്കണം? 10% നോക്കണം. അതെത്രയാണ്? 10. ഒന്നാമത്തെ വർഷം 10 ആണ്. ഇപ്പോൾ എമൗണ്ട് മാറി. രണ്ടാമത്തെ വർഷമായപ്പോൾ എമൗണ്ട് മാറി. 100ൻ്റെ കൂടെ 10 കൂടി 110 ആയി. 110ൻ്റെ 10% എടുക്കണം. അത് എത്രയാണത്? 110ൻ്റെ 10% എന്ന് പറഞ്ഞാൽ അത് 11 ആണ്. 11 അല്ലേ? 110ൻ്റെ 10% 11 ആണ്. അപ്പോൾ ആദ്യത്തെ വർഷം 10 കിട്ടി. രണ്ടാമത്തെ വർഷം 11 കിട്ടി. ഇൻട്രസ്റ്റ് ആയിട്ട് 10 കിട്ടി, 11 കിട്ടി. മൊത്തത്തിൽ എത്രയാവും? ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടുന്നു?
10ഉം 11ഉം കൂടെ കൂട്ടി 21 കിട്ടി. 10ഉം 11ഉം കൂട്ടി 21 കിട്ടി. അതല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ഈക്വൽ ആയില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ 100 പ്രിൻസിപ്പൽ എമൗണ്ട് എടുത്തു, എന്നിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, എന്നിട്ട് ഓപ്ഷനിലുള്ള ഒരു നമ്പർ എടുത്തു. ഇപ്പം നമുക്ക് ഇവിടെ വരുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് കൂടിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കാളും വലിയ ഓപ്ഷൻസ് നോക്കണം. ഏതൊക്കെ ഓപ്ഷൻ നോക്കണം? 10നെക്കാളും കൂടുതൽ എന്ന് പറയുമ്പോൾ 10.6 നോക്കാം, 12 നോക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ ആൻസറിൽ എത്രയാണ്? അതിനെക്കാളും കുറവായിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, 8.5. അപ്പോൾ അങ്ങനെ ഇതിനിടയ്ക്ക് വരുന്ന ഒരു മിഡിലിൽ വരുന്ന വാല്യൂസ് എടുത്ത് ഓപ്ഷൻ നോക്കി ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ 54 കിട്ടി, ഓപ്ഷൻ ബി എന്ന് കിട്ടി. അടുത്തത് 55 ചെയ്യാം. 55 പറഞ്ഞിരിക്കുന്ന ഇതാണ്: മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് സയൻസ് എക്സാംസ് ആർ ഇൻ ദ റേഷ്യോ 3:2 ആൻഡ് സയൻസ് ആൻഡ് ഹിസ്റ്ററി ആർ ഇൻ ദ റേഷ്യോ 3:5. ഫൈൻഡ് ദ ഹയസ്റ്റ് മാർക്ക് ഇഫ് ദ ആവറേജ് മാർക്ക് ഈസ് 25. കാണുമ്പോൾ ടഫായിട്ട് തോന്നാം, എളുപ്പമാണ്. എങ്ങനെ? ഇംഗ്ലീഷിലും സയൻസിനും കിട്ടിയ മാർക്ക് 3:2 റേഷ്യോയിലാണ്. ഇനി സയൻസിനും ഹിസ്റ്ററിക്കും കിട്ടിയ മാർക്ക് 3:5 ആണ്. ഹയസ്റ്റ് മാർക്ക് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ഹയസ്റ്റ് മാർക്ക് ഇഫ് ദ ആവറേജ് മാർക്ക് ഈസ് 25. ആവറേജ് 25 ആണെങ്കിൽ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സം ബൈ നമ്പർ, തുക ഭാഗം എണ്ണമാണ് അല്ലേ? അപ്പം മലയാളം ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് സയൻസ് പരീക്ഷകളിൽ ലഭിച്ച മാർക്ക് 3:2 എന്ന അനുപാതത്തിലും സയൻസ് ചരിത്രം എന്നിവ 3:5 എന്ന അനുപാതത്തിലുമാണ്. ശരാശരി മാർക്ക് 25 ആണെങ്കിൽ ഉയർന്ന മാർക്ക് കണ്ടെത്തുക. ഇതിലേതാണ് ഉയർന്ന മാർക്കെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ 3നെയും കൂടെ ഒരു റേഷ്യോയിൽ കൊണ്ടുവരണം, ഒരുമിച്ചാക്കണം. ഓക്കെ. അപ്പോൾ ആദ്യം കിട്ടിയ റേഷ്യോ നമ്മൾ എഴുതി നോക്കാം. എങ്ങനെയാണ് വരുന്നത്? ആദ്യം ഇംഗ്ലീഷിനും സയൻസിനും കിട്ടിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷും സയൻസും 3:2. ഇംഗ്ലീഷും സയൻസും പിന്നെ ഹിസ്റ്ററിയുണ്ട്. ഇംഗ്ലീഷും സയൻസും 3:2ഉം പിന്നെ സയൻസും ഹിസ്റ്ററിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. 3:5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതി 3:5. ഇനി നമ്മളിതിൻ്റെ റേഷ്യോ എങ്ങനെ ആക്കാൻ എന്ത് ചെയ്യുന്നു? ഈ 2 റൈറ്റ് സൈഡിലോട്ടും ഈ 3 ലെഫ്റ്റ് സൈഡിലോട്ടും ആക്കുന്നു. അപ്പോൾ അവിടെ എന്ത് വരും? ഇവിടെ 2 ആവും, ഇവിടെ ഈ 3 ആവും ഇല്ലേ? ഇനി ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്താൽ മതി. അതെന്ത് വരും? ഇൻറ്റു ചെയ്യുമ്പോൾ 3 × 3 9 എന്ന് കിട്ടും. 3 × 2 എത്രയാണ്? 6 ആണ്. 5 × 2 എത്രയാണ്? 10 ആണെന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ റേഷ്യോസ് എല്ലാം ആയി. ഇംഗ്ലീഷും സയൻസും ഹിസ്റ്ററിയും തമ്മിലുള്ള റേഷ്യോ ആയി. ഇതിലേതാണ് ഉയർന്ന റേഷ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉയർന്ന മാർക്ക്? ഏതാണെന്നുള്ളത് നമുക്കറിയാം, പക്ഷേ എന്തിലാണ് കിടക്കുന്നത്? അനുപാതത്തിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മാറ്റി നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 9:6:10 എന്ന് കിടക്കുന്നതിനെ എക്സ് കൊടുത്തെഴുതുന്നു. 9x എന്നും 6x എന്നും 10x എന്നും ആവുന്നു. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 9 × 6 15 15ഉം 10ഉം 25x എന്ന് കിട്ടി. ഇപ്പോൾ തുക എന്ന് പറയുന്നത് 25x ആണ്. തുകയെ ഇവിടെ എത്ര ക്ലാസ്സുകളാണ്, എത്ര മാർക്കുകൾ, എത്ര സബ്ജക്ട്സ് ആണുള്ളത്? 3 സബ്ജക്റ്റ്. എണ്ണം കൊണ്ട് ഹരിച്ചപ്പോൾ ശരാശരി ആവറേജ് എത്രയെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 25 ആണെന്ന് തന്നിട്ടുണ്ട്. തുക ഭാഗം എണ്ണം സമം 25 അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 25ഉം 25ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി x = 3 എന്ന് കിട്ടും. എങ്ങനെയാണ്? ഭാഗം 3 അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവുന്നു. 1 × 3 3 എന്ന് കിട്ടി. x 3 ആണ്. ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഉയർന്ന മാർക്ക് ഏത്? ഉയർന്നത് ഏതാണ്? 10. എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 3 എന്ന് കിട്ടി. 3 × 10 30 എന്ന് കിട്ടും. ഉയർന്ന മാർക്ക് എന്ത് കിട്ടും? 30. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി 55. ഓപ്ഷൻ ബി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 6th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് 12. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വന്നു, ഒരു സമാന്തര ശ്രേണി വന്നു. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ 6th ടേം എത്രയെന്നറിയാം? 12 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദാറ്റ് AP? ഫസ്റ്റ് 11 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ 11 ടേമുകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്ക് മലയാളം ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗണിത പുരോഗതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാന്തര ശ്രേണിയാണിത്. ഒരു ഗണിത പുരോഗതിയുടെ 6ാമത്തെ പദം 12 ആണെങ്കിൽ ഒരു ഗണിത പുരോഗതിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് അറിയാവുന്നത്? ഒരു ഇക്വേഷൻ ഉണ്ട്, മിഡ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്ക് 11 ടേംസ് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 11 ടേംസ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 11 വരെ. അതിൻ്റെ മിഡ് ടേം ആണ് 6. അപ്പോൾ മിഡ് ടേം ആണ് നമുക്ക് എത്രയും തന്നിരിക്കുന്നത്? 12 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മിഡ് ടേം വെച്ചിട്ട് സമ്മിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണിത്. മിഡ് ടേം കണ്ടുപിടിക്കാൻ മിഡ് ടേം = സം ബൈ നമ്പർ, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നമുക്ക് വേണ്ടത് ഇവിടെ സമ്മാണ്. അപ്പോൾ സം എങ്ങനെ കണ്ടുപിടിക്കും? സം =
മിഡ് ടേം എത്രയാണ്? ആറാമത്തെ ടേം എത്രയാണ്? 12. 12 ഇൻറ്റു ഇവിടെ എത്ര ടേംസ് ആണ്? 11 ആണ്. അപ്പോൾ 12 ഇൻറ്റു 11 ചെയ്യണം. 132 എന്ന് കിട്ടും. 132 എന്ന് കിട്ടും. 56 ഓപ്ഷൻ ബി 132. നമ്മുടെ മലയാളം ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ എങ്ങനെ ഗണിത പുരോഗതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സമാന്തര ശ്രേണിയാണിത്. ഓക്കെ, അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. A wooden article is made by scooping out hemisphere of radius r from each end of a solid cylinder with radius r and height h. നമ്മൾ എന്തുണ്ടാക്കുകയാണ്? ഒരു വുഡൻ ആർട്ടിക്കിൾ ഉണ്ടാക്കുകയാണ്, ഒരു വസ്തു ഉണ്ടാക്കുകയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ കയ്യിലൊരു സിലിണ്ടർ ഉണ്ട്, ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട്. ഇതാണ് സോളിഡ് സിലിണ്ടർ. അതിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയസ് ആർ എന്നും അറിയാം, ഹൈറ്റ് എച്ച് എന്നും അറിയാം. ഹൈറ്റ് എച്ച് ആണ്, അതിൻ്റെ റേഡിയസ് ആർ ആണ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളം കട്ട് ചെയ്ത് മാറ്റുന്നു. ഇവിടെ നിന്ന് ഒരു അർദ്ധഗോളം കട്ട് ചെയ്ത് മാറ്റി, അതുപോലെ താഴെ നിന്ന് ഒരു അർദ്ധഗോളം കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് പുതിയൊരു ഫിഗർ കിട്ടി. അതിൻ്റെ എന്ത് ചോദിച്ചിരിക്കുന്നു? വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ആർട്ടിക്കിൾ? ആ ആർട്ടിക്കിളിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മലയാളം ക്വസ്റ്റ്യനൂടെ വായിക്കാം. ഒരു മരവസ്തു നിർമ്മിക്കുന്നത് ആരം 6ഉം ഉയരം 8ഉം ഉള്ള ഒരു ഖര സിലിണ്ടറിൻ്റെ ഓരോ അറ്റത്തു നിന്നും ആരം 6ഉള്ള അർദ്ധഗോളത്തെ എടുത്തുപയോഗിച്ചാണ്. വസ്തുവിൻ്റെ ഉപരിതല വിസ്തീർണം എന്താണ്? ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള സർഫസ് ഏരിയ, മൊത്തത്തിലുള്ള ഏരിയ വേണം കണ്ടുപിടിക്കാൻ. ഈ പുതിയ സാധനത്തിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഏരിയ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഏരിയ കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ സർഫസ് ഏരിയ ആണ് നോക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ 2 വുഡനായിട്ടുള്ള ഹെമിസ്ഫിയർ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അകത്തേക്ക് കുഴിയും. അപ്പോൾ ഏരിയ കൂടുകയാണ് ചെയ്തിരുന്നത്. ആദ്യം പരന്നിരുന്ന സിലിണ്ടറിൻ്റെ മുകളിൽ താഴെയും പരന്നിരുന്നത് എന്തായി? കുറച്ച് കുഴിഞ്ഞു. അപ്പോൾ ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റിനുള്ള ഈ ഏരിയ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ പരന്നുള്ള ആ റൗണ്ട് കർവ്ഡ് ആയിട്ട് വരുന്ന അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് വരുന്നത്? കർവ്ഡ് സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrh ആണ് അല്ലേ? അതിൻ്റെ കൂടെ മുകളിലുള്ള ഹെമിസ്ഫിയറും താഴെയുള്ള ഹെമിസ്ഫിയറിൻ്റെയും സർഫസ് ഏരിയകൾ കൂട്ടണം. ഒരു ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2πr² ആണ്. 2πr² ആണ്. താഴെയുള്ള ഒരു ഹെമിസ്ഫിയറും കൂടെ ആകുമ്പോൾ അതിൻ്റെ 2πr² കൂടെ കൂടും. അപ്പോൾ 2πr² + 2πr² എന്താവും? 4πr² ആവും. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr², രണ്ടും കൂടെ ചേർത്തിട്ടുള്ള 4πr² കൂട്ടണല്ലേ? അപ്പോൾ 2πrh + 4πr² ആണ് അതിൻ്റെ സർഫസ് ഏരിയകൾ. ടോട്ടൽ സർഫസ് ഏരിയ അങ്ങനെ വരും. ഓപ്ഷൻ എ എന്ന് കിട്ടും. 57 ഓപ്ഷൻ എ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 58ാമത്തെ ക്വസ്റ്റ്യൻ. എ ക്യാൻ കൺസ്ട്രക്ട് ദ ബേസ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ് ഇൻ 20 days. എക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വർക്ക് 20 ദിവസത്തിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 30 days. ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 30 ദിവസത്തിൽ ചെയ്യാൻ പറ്റും. സി ക്യാൻ ഡു ദ വർക്ക് ഇൻ 60 days. സിക്ക് 60 days ചെയ്യാൻ പറ്റും. എക്ക് എത്ര ദിവസമാണ്? എക്ക് 20 ദിവസം, ബിക്ക് 30 ദിവസം, സിക്ക് 60 ദിവസം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഡേയ്സ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് ദ ബേസ്മെൻറ്റ് ഇഫ് എ, ബി ആൻഡ് സി വർക്ക്ഡ് ടുഗദർ. ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും? മലയാളം ക്വസ്റ്റ്യൻ കാണാമല്ലോ. എക്ക് കിടക്കുന്ന എല്ലാ ക്വസ്റ്റ്യനിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എക്ക് കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റ് 20 ദിവസം കൊണ്ട് നിർമ്മിക്കാൻ കഴിയും, ബിക്ക് 30 ദിവസം കൊണ്ട്, സിക്ക് 60 ദിവസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ബേസ്മെൻറ്റ് നിർമ്മിക്കാൻ എത്ര ദിവസം എടുക്കും? ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാറിയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക് കണ്ടുപിടിക്കുന്നു. എത്രയാണ് ടോട്ടൽ വർക്ക് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് LCM എടുക്കണം. 20, 30, 60ൻ്റെ LCM എന്ന് പറയുന്നത് എന്താണ്? 60 ആണ് അല്ലേ? 20 കൊണ്ടും 30 കൊണ്ടും 60നെ ഭാഗിക്കാൻ പറ്റും. അപ്പോൾ 60 ആണ് അവിടുത്തെ ടോട്ടൽ വർക്ക്. ഇനി നമുക്ക് എഫിഷ്യൻസി വേണം. 60നെ 20 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടുന്നു? 3 എന്ന് കിട്ടും. അതാണ് എയുടെ എഫിഷ്യൻസി. ഇനി ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ 60നെ 30 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 2 എന്ന് കിട്ടുന്നു. അതാണ് ബിയുടെ എഫിഷ്യൻസി. സിയുടെ എഫിഷ്യൻസി 60/60 1 എന്ന് കിട്ടും. അപ്പോൾ എല്ലാവരുടെയും എഫിഷ്യൻസി കിട്ടി. ഇതെല്ലാം കൂടെ കൂട്ടാം. അപ്പോൾ A + B + C കിട്ടും. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3, 2, 5, 5, 1, 6 എന്ന് കിട്ടി. അപ്പോൾ എല്ലാവരുടെയും കൂടെ എഫിഷ്യൻസി എത്രയാണ്? 6 ആണ്. അപ്പോൾ അവരെത്ര ദിവസം എടുത്തു എന്നുള്ള ഡേ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേ = ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വർക്കിനെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? വർക്ക് 60 ആണ്. 60നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുന്നു? 10 എന്ന് കിട്ടി. ആൻസർ ഓപ്ഷൻ ഡി. 58 ഓപ്ഷൻ ഡി എന്ന് കിട്ടും, 10. ഓക്കെ, അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ. എ കാർ ട്രാവൽസ് 120 km വിത്ത് സ്പീഡ് 80 km/h. അപ്പോൾ 80 km/h 120 km ദൂരം സഞ്ചരിക്കും.
നെക്സ്റ്റ് 110 കിലോമീറ്റർ അറ്റ് 110 km/h. ആദ്യത്തെ 120 കിലോമീറ്റർ ഏത് സ്പീഡിലാണ് പോകുന്നത്? 80 km/h. അടുത്ത 110 കിലോമീറ്റർ എത്ര? 110 km/h സ്പീഡിലും. ആൻഡ് ഫൈനൽ 90 km അറ്റ് 60 km/h. ലാസ്റ്റുള്ള 90 km എത്ര? 60 km/h വേഗതയിലുമാണ് പോകുന്നത്. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. സാധാരണ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇവിടെ നോക്കിയാൽ എല്ലാത്തിലും ഡിസ്റ്റൻസ് സെയിം അല്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് എന്ത് കണ്ടുപിടിക്കണം? ടൈം കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്യണം. ഡിസ്റ്റൻസ് ഇവിടെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡിനുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എല്ലാം അറിയാം. 220, 110, 90 ആണെന്നറിയാം. അവിടെ എന്തറിയില്ല? ടോട്ടൽ ടൈം അറിയില്ല. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ടൈം കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാണ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ എന്ത് വരുന്നു? 120/80 എന്ന് കിട്ടുന്നു. 120/80. അടുത്തത് എന്ത് വരുന്നു? 110/110 1 കിട്ടുന്നു. ഇവിടെ 90/60 എന്ന് വരും. 90/60 നമുക്ക് ക്യാൻസൽ ചെയ്യാം. എല്ലാം ക്യാൻസൽ ചെയ്ത് എഴുതാവേ. 120/80 എന്ന് കിട്ടുന്നു. അത് എത്രയാവുന്നു? 0 ക്യാൻസൽ ചെയ്യുന്നു. 12 8 ക്യാൻസൽ ചെയ്യാം. എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 4 കൊണ്ട് ക്യാൻസൽ ചെയ്യും. എത്ര വരും? 3/2 എന്ന് കിട്ടും. അടുത്തത് 110/110 1 എന്ന് കിട്ടും. പ്ലസ് 90/60 0 ക്യാൻസൽ ചെയ്യാം. 9 6 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3/2 എന്ന് കിട്ടും അല്ലേ? 3/2 എന്ന് കിട്ടി. 3/2 3/2 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഛേദം തുല്യമാണ്. അപ്പോൾ ഛേദത്തിൽ 2 എഴുതി. അംശത്തിൽ 3 കൂട്ടിയാൽ 6. 6/2 എത്രയാണ്? 3 എന്ന് കിട്ടി. 3 പിന്നുള്ള ഈ 1 കൂടെ കൂട്ടുമ്പോൾ 3 + 1 എത്ര വരും? 4 എന്ന് വരും. ടോട്ടൽ ടൈം എത്രയാണ്? 4. നമുക്ക് വേണ്ടത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നു? സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 110ഉം 90ഉം കൂട്ടുമ്പോൾ 200 വരും. 200ഉം 120ഉം കൂട്ടുമ്പോൾ 320 വരും. ടോട്ടൽ ഡിസ്റ്റൻസ് 320. ടോട്ടൽ ടൈം എത്രയാണ്? 4. 320/4 അല്ലേ? 3 8 ആണ്. 320നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ. 8 4 32 80 എന്ന് കിട്ടും. 80 ഓപ്ഷൻ സി. 59 ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ. അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യൻ. ക്യൂബിക് റൂട്ട് ഓഫ് AB. അടുത്തത് എങ്ങനെയാണ്? ക്യൂബിക് റൂട്ടല്ല വന്നിരിക്കുന്നത്. റൂട്ടിൻ്റെ 6 വരും. അപ്പോൾ A⁴ B⁴ ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് നോക്കണം. ഇതിന് ഞാൻ എങ്ങനെ എഴുതുന്നു? AB ⁴ 1/3 എന്നും അടുത്തത് A⁴ B⁴1/6 എന്നും എഴുതാം അല്ലേ? ക്യൂബിക് റൂട്ടിന് എങ്ങനെ എഴുതാമല്ലോ? അപ്പോൾ 1 കൊടുത്ത് നമുക്ക് പവർ ആക്കി എഴുതാം. ഓക്കെ. റൂട്ട് മാറ്റി പവർ ആക്കി എഴുതുന്നു. ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നും കൊടുക്കാം. A⁴ 1/3 B⁴ 1/3. ഇനി ഇവിടെ എന്ത് വരും? A⁴ എന്ന് വരും അല്ലേ? 4/6. എന്താണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഇതാണ് ഇക്വേഷൻ. x⁻m എന്ന് പറഞ്ഞാൽ x⁻mn ആണ് അല്ലേ? x⁻mn ആണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്ത് വരും? 4/6 എന്ന് വരും. 4 × 1/6 4/6 എന്നാവും. ക്യാൻസൽ ചെയ്യുമ്പോൾ 2/3 എന്ന് വരും. 2/3 A⁻²3 × B⁻² അതുപോലെ തന്നെ 2/3. ഇനി നോക്കിയേ, ഇത് A ആണ്, ഇതും A ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഇക്വേഷൻ നോക്കാം. x⁻m × x⁻n എന്ന് പറഞ്ഞാൽ x⁻m + n ആണ് അല്ലേ? x⁻m + n ആണ്. അത് കൊടുത്തു. അപ്പോൾ അതെന്ത് വരുന്നു? A⁻1/3 × A⁻2/3 എന്ന് പറയുന്നത് A⁻1/3 + 2/3 ആണ്. 1/3 + 2/3 എന്താണ്? 1/3 + 2/3 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം 3 കൊടുത്തു. 1 + 2 3 എന്ന് കിട്ടും. 3/3 എത്ര വരും? 1 എന്ന് വരും. A⁻1 എന്ന് കിട്ടി. അടുത്തത് B⁻1/3 B⁻2/3 രണ്ടും കൂടെ കൂട്ടണം. 1/3യും 2/3യും കൂട്ടിയാൽ എഗെയിൻ B⁻1 എന്ന് വരും. A⁻1 × B⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? AB ആണ്. 60 ഓപ്ഷൻ A എന്ന് കിട്ടി. AB. ഓക്കെ. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. AB DE HI MN. എങ്ങനെ? AB കഴിഞ്ഞു. അവിടെ എന്തില്ല? C കഴിഞ്ഞിട്ട് ABC DE F
ജി, 2 നമ്പേഴ്സ് ഇല്ല. അടുത്ത് എച്ച് ഐ, ഇവിടെ എന്ത് വരും? 3 നമ്പേഴ്സ് കാണില്ല. ഐ കഴിഞ്ഞ് ജെ കെ എൽ അല്ലേ. അടുത്ത് എന്ത് വരും? 4 നമ്പേഴ്സ് കാണില്ല. എം എൻ, എൻ കഴിഞ്ഞിട്ട് ഒ പി ക്യു ആർ, 4 ഇല്ല. അടുത്തെന്ത് കാണും? എസും ടിയും കാണും. ഓപ്ഷൻ എന്ത് വരുന്നു? സി എന്ന് വരുന്നു. 61 ഓപ്ഷൻ സി എന്ന് കിട്ടി. അടുത്തത് 62ാമത്തെ ക്വസ്റ്റ്യൻ. എ ഗേൾ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് എ. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. വാക്സ് 4 മീറ്റർ ഈസ്റ്റ്, 4 മീറ്റർ കിഴക്കോട്ട് പോകുന്നു. 4 മീറ്റർ കിഴക്കോട്ട് പോകുന്നു. 3 മീറ്റർ നോർത്ത്, 3 മീറ്റർ വടക്കോട്ട് പോകുന്നു. 4 മീറ്റർ വെസ്റ്റ്, വീണ്ടും 4 മീറ്റർ വെസ്റ്റിലേക്ക് വരുന്നു. ആൻഡ് 3 മീറ്റർ സൗത്ത്, 3 മീറ്റർ സൗത്തിലേക്ക് വരുന്നു. വേർ ഈസ് ഷീ നൗ? ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അറ്റ് എയിൽ, എയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ ഉണ്ട്. പോസ് ചെയ്ത് വെച്ച് വായിച്ചു നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 63ാമത്തെ ക്വസ്റ്റ്യൻ. ബുക്ക് നോളജുമായിട്ട് റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫുഡിന് എന്താണ്? എപ്പോഴാണ്? നോളജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് ഉപയോഗിക്കുന്നത് അല്ലേ. ബുക്ക് വായിച്ചാൽ നമുക്ക് നോളജ് കിട്ടും. അങ്ങനെയാണെങ്കിൽ പുസ്തകം വായിച്ചാൽ ഫുഡ് കഴിച്ചാൽ നമുക്ക് എനർജി കിട്ടും അല്ലേ. അടുത്തത് 64ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഓക്കെ, മലയാളം ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ. അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് മാത്ത് 42, മാത്തിനെ എങ്ങനെ 42 എന്ന് കോഡ് ചെയ്തു, ലോജിക്കിനെ 61 എന്ന് കോഡ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഡേറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്യാൻസൽഡ് ആണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡി ഈസ് ദ ബ്രദർ എ, ഡി ഈസ് ദ സൺ ഓഫ് സി, ബി ഈസ് ഹീസ് ഫാദർ, വട്ട് ഈസ് എ ഓഫ് ബി. അപ്പോൾ ഡി ഈസ് ദ ബ്രദർ ഓഫ് എ, എയുടെ ബ്രദറാണ് ആര്? ഡി ബ്രദറാണ്. ഡി ഈസ് ദ സൺ ഓഫ് സി, ഡി എന്ന് പറയുന്നത് സിയുടെ സണ്ണാണ്. സി എന്ന് പറയുന്നത് ഫാദറോ മദറോ ആവാം, സണ്ണാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടുപേരുടെയും എന്തായിരിക്കും? ഫാദർ ആയിരിക്കും അല്ലേ. എയുടെയും ഡിയുടെയും ഫാദറോ മദറോ ആയിരിക്കും. അടുത്തത് ബി ഈസ് സീസ് ഫാദർ, ബി എന്ന് പറയുന്നത് സിയുടെ അച്ഛനാണ്. ഓക്കെ, വാട്ട് ഈസ് എ ഓഫ് ബി? എ ഓഫ് ബി, ബിയുടെ ആരാണ്? ബിയുടെ ആരാണ്? ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ്? എയുടെ ജെൻഡർ തന്നിട്ടില്ല. എ എന്താണ്? ഒരു മെയിലാവാം ഫീമെയിലാവാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രാൻഡ് സണ്ണാണോ ഗ്രാൻഡ് ഡോട്ടർ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഓപ്ഷനിലും ഉള്ളത് കൊണ്ട് നൺ ഓഫ് ദീസ് ആണ് ആൻസർ. 66 ഓപ്ഷൻ ഡി എന്ന് കിട്ടി, നൺ ഓഫ് ദീസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 67. എ ഡയറക്ഷൻ പോൾ വാസ് ഓൺ ദ ക്രോസിംഗ്, ഒരു ക്രോസിങ്ങിൽ ഒരു ഡയറക്ഷൻ പോൾ വെച്ചിട്ടുണ്ട്. ഡ്യൂ ടു ആൻ ആക്സിഡൻറ്റ് ദ പോൾ ടേൺഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ പോയിന്റർ വിച്ച് വാസ് ഷോയിങ് ഈസ്റ്റ് സ്റ്റാർട്ടഡ് ഷോയിങ് സൗത്ത്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഈ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നതിൽ എങ്ങനെ ഷോയിങ് ഈസ്റ്റ് സ്റ്റാർട്ടഡ് ഷോയിങ് സൗത്ത്, ഈസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്നത്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട്, ഈസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എങ്ങോട്ടാണ് കാണിക്കുന്നത്? ഇപ്പോൾ കാണിക്കുന്നത് എങ്ങോട്ടാണ്? സൗത്തിലേക്കാണെന്നാണ് കാണിക്കുന്നത്. സൗത്ത് എന്ന് പറഞ്ഞാൽ താഴോട്ട് അല്ലേ. ബേസ്ഡ് ഓൺ ദ ന്യൂ പോയിന്റർ രമേശ് വെൻ ടു ദ വെസ്റ്റ്. അപ്പോൾ ന്യൂ പോയിന്റർ വെച്ചിട്ട് രമേശ് എന്ത് ചെയ്തു? വെസ്റ്റിലേക്ക് പോയി. രമേശ് വെസ്റ്റിലേക്കാണ് പോയത്. വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് പോയി. ഇൻ വാട്ട് ഡിറക്ഷൻ വാസ് ഹി ആക്ച്വലി ട്രാവലിംഗ്? ഇപ്പോൾ ഏത് ഡിറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്? ആക്ച്വലി ഇപ്പോൾ ഏത് ഡിറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്? അപ്പോൾ ലെഫ്റ്റിലേക്കാണ് ഇപ്പോൾ പോയേക്കുന്നത്. ശരിക്ക് ഏത് ഡിറക്ഷനിലാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളെങ്ങനെ ഈസ്റ്റ് കാണിക്കേണ്ടത് എന്തായി? സൗത്തായി. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ, ഈസ്റ്റ് കാണിക്കേണ്ടത് ശരിക്കും എന്തായി? സൗത്തായി. അപ്പോൾ ഇപ്പോൾ പോയിരിക്കുന്നത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? വെസ്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ വാട്ട് ഡിറക്ഷൻ വാസ് ഹി ആക്ച്വലി ട്രാവലിംഗ്, ഏത് ഡിറക്ഷനിലാണ് ആക്ച്വലി അയാൾ ട്രാവൽ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്ന് പറയുമ്പോൾ അത് എങ്ങോട്ട് വരും? റൈറ്റ് സൈഡിലോട്ട്, എന്ന് പറഞ്ഞാൽ നോർത്തിലോട്ട് വരും അല്ലേ. ഈസ്റ്റ് കാണിക്കാനുള്ളത് സൗത്തായി അല്ലേ, എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യാണ്, ക്ലോക്ക് വൈസ് ഇങ്ങോട്ടായി. അങ്ങനെയാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്. ഈസ്റ്റ് കാണിക്കേണ്ടത് സൗത്തായി. അപ്പോൾ വെസ്റ്റിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. വെസ്റ്റ് കാണിക്കേണ്ടത് എന്താവും? വെസ്റ്റ് കാണിക്കേണ്ടത് എങ്ങനെയാവും? നോർത്തിലോട്ടാവും. വെസ്റ്റ് കാണിക്കേണ്ടത് വീണ്ടും ഈ ഡയറക്ഷനിൽ നോർത്തിലോട്ടാവും. അപ്പോൾ ശരിക്കും എങ്ങോട്ടാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്? നോർത്ത്. മനസ്സിലായോ? 67 ഓപ്ഷൻ ഡി എന്ന് കിട്ടും, നോർത്ത്. ഓക്കെ, മലയാളം ക്വസ്റ്റ്യൻ നോക്കാം. മലയാളം ക്വസ്റ്റ്യൻ ഇതാണ്. 67. ക്രോസിങ്ങിൽ ഒരു ദിശാസൂചന തൂണുണ്ടായിരുന്നു. ഒരു അപകടം കാരണം കിഴക്ക് കാണിക്കുന്ന പോയിന്റർ തെക്ക് കാണിക്കുന്ന തരത്തിൽ തൂൺ തിരിഞ്ഞു. പുതിയ പോയിന്റർ അനുസരിച്ച് രമേശ് പടിഞ്ഞാറോട്ടാണ് പോയത്, ഇല്ല വെസ്റ്റിലേക്ക് പോയി.
യഥാർത്ഥത്തിൽ അദ്ദേഹം ഏത് ദിശയിലാണ് സഞ്ചരിച്ചത്? ഇപ്പോൾ പോയിരിക്കുന്നത് പടിഞ്ഞാറോട്ടാണെന്ന് പറഞ്ഞാൽ ആ പോയിന്റർ വെച്ചിട്ട് പടിഞ്ഞാറോട്ട് പോയി. ആ പോയിന്റർ വെച്ച് പടിഞ്ഞാറോട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഏതാണ്? നോർത്തിലോട്ടാണ്, വടക്കോട്ടാണ് പോയിരിക്കുന്നത് അല്ലേ? വടക്കോട്ടാണ് പോയിരിക്കുന്നത്. അടുത്ത 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 68. ഈ 15th August 2026 വാസ് മൺഡേ. 2026 ഓഗസ്റ്റ് 15 മൺഡേ ആണെങ്കിൽ വാട്ട് ഡേ ഓഫ് ദ വീക്ക് വാസ് ഓൺ 25th December 2026? 2026 തന്നെ ഡിസംബർ 25 ഏത് ദിവസമാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഓഡ് ഡേയ്സ് ഒക്കെ നോക്കും. അപ്പോൾ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ് നോക്കേണ്ടത്. ഓഗസ്റ്റിൽ 15 പോയി കഴിഞ്ഞാൽ ബാക്കി 16 ദിവസങ്ങളാണ് ഓഗസ്റ്റിലുള്ളത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇത്രയും മാസങ്ങളാണ് നമുക്കുള്ള. ഓഗസ്റ്റിൽ എത്ര ദിവസമുണ്ട്? ഇനി 16 ദിവസങ്ങൾ. 15 പോയി കഴിഞ്ഞാൽ 16 ദിവസങ്ങളുണ്ട്. അതിൽ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ റിമൈൻഡർ ബാക്കി 14 പോയിട്ട് ബാക്കി 2 ഓഗസ്റ്റിൽ ഇനി 2 ഓഡ് ഡേയ്സ് ഉണ്ട്. സെപ്റ്റംബർ മൊത്തം 30 ദിവസമാണുള്ളത്. അപ്പോൾ അതിൽ ഓഡ് ഡേയ്സ് എത്രയായിരിക്കും? 7, 4, 28 പോയിട്ട് ബാക്കി 2 ഉണ്ട് ഇല്ലേ? സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിൽ 31 ഉണ്ട്. അപ്പോൾ 3 ഓഡ് ഡേയ്സ് കാണും. നവംബറിൽ എത്ര ഓഡ് ഡേയ്സ് കാണും? നവംബറിൽ മൊത്തം 30 ദിവസമാണുള്ളത്. അപ്പോൾ ഓഡ് ഡേയ്സ് 2 ആയിരിക്കും. അടുത്തതിൽ 31, അതുകൊണ്ട് ഓഡ് ഡേയ്സ് 3 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഡിസംബർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ഡിസംബർ 25ആണ്. അപ്പോൾ നമ്മൾ 31 വരെ നോക്കണ്ട. ഓക്കെ, അപ്പോൾ 25 ഡിസംബറിൽ എത്ര ദിവസങ്ങൾ മതി നമുക്ക്? 25 ദിവസങ്ങൾ മതി. ഓക്കെ, അപ്പോൾ അതിൽ ഓഡ് ഡേയ്സ് നോക്കുമ്പോൾ 7, 3, 21 പോയിട്ട് ബാക്കി 4 ഓഡ് ഡേയ്സ് ആണുള്ളത്. 4 ഓഡ് ഡേയ്സ് നമുക്കിനി ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടെ കൂട്ടാം. ഇതിലിനി എത്ര 7കൾ പോകുന്നു, ഇതിലിനി എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കാം. 4, 3, 7, അപ്പോൾ അത് പോയി. 2, 2, 4, 2, 6 പ്ലസ് 6 നമ്മൾ ചെയ്യേണ്ടത്. പ്ലസ് 6 അല്ലാന്നുണ്ടെങ്കിൽ -1 ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പ്ലസ് 6 ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 15 2026 എന്ന് പറയുന്നത് മൺഡേ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മൺഡേ പ്ലസ് 6 ഡേയ്സ്, അങ്ങനെയല്ലേ ചെയ്യുന്നത്? മൺഡേയുടെ കൂടെ 6 ഡേയ്സ് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മൺഡേ കഴിഞ്ഞു, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് വരും. ഓപ്ഷൻ ബി 68 ഓപ്ഷൻ ബി എന്ന് കിട്ടും, സൺഡേ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൈനസ് ചെയ്യുക, 6 ദിവസം കൂട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൈനസ് ചെയ്യുക. മൺഡേന്ന് ഒരു ദിവസം മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? മൺഡേന്ന് ഒരു ദിവസം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സൺഡേ എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ 68 ഓപ്ഷൻ ബി എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത 69ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 61⁻23 സ്റ്റാർ 14⁻19 സ്റ്റാർ 127⁻18 എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് മതി? യൂണിറ്റ് പ്ലേസിലേ ചോദിക്കുള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിലെല്ലാം യൂണിറ്റ് പ്ലേസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റയുടെ സ്ഥാനത്ത് അക്കം കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ക്വസ്റ്റ്യനിലും നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം മാത്രം എടുത്തു പോയാൽ മതി. 61-ൽ 1ൻ്റെ പവർ മാത്രം നോക്കിയാൽ മതി. 14-ൽ 4ൻ്റെ പവർ നോക്കിയാൽ മതി. 7-ൽ 7ൻ്റെ പവർ നോക്കിയാൽ മതി. അപ്പോൾ മലയാള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൻ്റെ യൂണിറ്റ് സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കുക. അപ്പോൾ യൂണിറ്റ് സ്ഥാനം എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം. യൂണിറ്റ് സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിനെ കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തതാണിത്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് അക്കമാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റയുടെ സ്ഥാനത്ത് അക്കം കണ്ടുപിടിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 61⁻23. അപ്പോൾ നമ്മൾ 1⁻23 നോക്കിയാൽ മതി. ലാസ്റ്റ് യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. 1⁻23. 1 എനി നമ്പർ എന്താണ്? 1 തന്നെയാണ് അല്ലേ? 1 എനി നമ്പർ 1 കിട്ടും. അതുകൊണ്ട് 61⁻23 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. പിന്നെ അടുത്തത് ഇൻറ്റു 14⁻9 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4⁻9 നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 4ൻ്റെ പവേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. 4⁻1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. ലാസ്റ്റ് നമ്പർ 6 വരുന്നു. പിന്നെ അടുത്ത് 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 വരുന്നു. ലാസ്റ്റ് നമ്പർ എന്താണ്? 4 ആണ്. അപ്പോൾ 4 6 എന്ന് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ 2 പെയറാണ് അല്ലേ? ഇത് പെയറാക്കി പോവാം. നമുക്കിവിടെ വേണ്ടത് 4⁻9 ആണ്. അപ്പോൾ പെയർ എടുക്കുമ്പോൾ ഒരാൾ എക്സ്ട്രാ വരും. ആ ഒരാൾ ആരായിരിക്കും? 4 ആയിരിക്കും അല്ലേ? 4⁻9-ൽ 8 പോയിട്ട് ബാക്കി 1 വരും. അതെന്താണ്? 4 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 4 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. അടുത്തത് 127⁻18 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 7⁻18 നോക്കിയാൽ മതി. 7ൻ്റെ പവറുകൾ നോക്കാം. 7ൻ്റെ ഫസ്റ്റ് പവർ 7⁻1 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. ലാസ്റ്റ് നമ്പർ 9 വരും. അടുത്തത് ക്യൂബ് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 9ൻ്റെ കൂടെ 7 ഇൻറ്റു ചെയ്താൽ മതി. എന്ത് വരും? 63 വരും. 3 ആയിരിക്കും ലാസ്റ്റ്. അടുത്ത് എന്ത് ചെയ്യണം? വീണ്ടും 3യുടെ കൂടെ 7 ഇൻറ്റു ചെയ്യണം. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ ഇൻറ്റു ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3 × 7 21 വരും. അതിൽ 1 മതി അല്ലേ?
അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഇത് 4 ഇത് വെച്ചിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പോകും, 4 വരുന്ന ഗ്രൂപ്പുകളായിട്ട് പോകും. അപ്പോൾ ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ 18 നമുക്ക് വേണ്ടത്. പവർ എന്ത് വരണം, 18 വരണം. അപ്പോൾ 4 ഗ്രൂപ്പുകൾ എടുക്കുമ്പോൾ 16 പോയിട്ട് ബാക്കി 2 വരും. ആ 2 ഏതൊക്കെയായിരിക്കും, ഒന്ന് 7 പവർ വരുന്ന 7ഉം അടുത്തത് 9ഉം വരും. അപ്പോൾ 127⁻18 ലാസ്റ്റ് ഡിജിറ്റ് ഏതായിരിക്കും, 9 ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? പെയർ ചെയ്ത് ഷോർട്ട് ആക്കുക. ഓക്കെ, അപ്പോൾ 1 × 4 × 9 ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി, പോരെ. അപ്പോൾ 1 × 4 എന്ന് പറയുന്നത് 4 വരും. 4 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 36 ആണ്. അതിൽ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. ആൻസർ എന്ത് വരും, 69. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി എന്ത്, 6 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത 70ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 112, 115, 125, 140 അടുത്ത നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഡിഫറൻസ് എടുത്ത് നോക്കുന്നു. 112, 115 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 3 ആണ്. 115, 125 തമ്മിലുള്ളത് 10 ആണ്. അടുത്തത് 125ഉം 140 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. അത് എത്ര വരുന്നു, 15 എന്ന് വരുന്നു. അപ്പോൾ ഇത് നോക്കിയാൽ 3, 10, 15 വന്നു. ഈ 3, 10, 15 തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ചോദിച്ചാൽ, 3, 10, 15 എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയറിനടുത്തുള്ള നമ്പേഴ്സാണ് അല്ലേ. 4-അടുത്തുള്ള നമ്പറാണ് 3, 10-അടുത്തുള്ള നമ്പറാണ് 9-അടുത്തുള്ള നമ്പറാണ് 10, 15 എന്ന് പറയുന്നത് 16-അടുത്തുള്ള നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. 3 എന്ന് പറയുന്നത് 4-അടുത്തുള്ള നമ്പറാണ്, അതായത് 2² - 1 ആണ് 3. അടുത്തത് 2² - 1 കഴിഞ്ഞാൽ 10 എന്ന് പറയുന്നത് 3² + 1 ആണ് 10 എന്ന് പറയുന്നത് അല്ലേ. അടുത്ത 15 എന്ന് പറയുന്നത് 4² - 1 ആണ്. അപ്പോൾ പ്ലസ് മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് എന്ത് വരുന്നു, 5² + 1 വരുന്നു. 5² 25 ആണ്. 25 + 1 എത്ര വരുന്നു, 26 എന്ന് വരും. അപ്പോൾ അടുത്ത ഡിഫറൻസ് എന്തായിരിക്കും, 26 ആയിരിക്കും. നമുക്ക് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി 140 + 26 ചെയ്യണം. എത്ര കിട്ടുന്നു, 166 എന്ന് കിട്ടും. 70 ഓപ്ഷൻ ഡി എന്ന് വന്നു. ഓക്കെ, 70 ഓപ്ഷൻ ഡി. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഒത്തിരി നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്, ആദ്യത്തെ പാറ്റേണിൽ ചോദിച്ചിരിക്കുന്ന ഡിജിറ്റിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ, അതായത് നമ്പേഴ്സിനെയും നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി അങ്ങനെയുള്ള മൾട്ടിപ്പിൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കുന്ന നമ്പർ. പിന്നെ പറഞ്ഞത് നമ്മളൊരു സീരീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തൊക്കെ എഴുതണം. എഴുതി ചെയ്തു, അല്ലാത്ത മെത്തേഡും ഉണ്ട്. പിന്നെ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യനാണ് എടുത്തത്. പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് റേഷ്യോയുടെ ക്വസ്റ്റ്യനാണ് അല്ലേ. 55 എന്താണ്, റേഷ്യോയുടെ ക്വസ്റ്റ്യനാണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ AP ഒരു ക്വസ്റ്റ്യനാണ്. 57 എന്ന് പറയുന്നത് ജോമെട്രിയിൽ വരുന്ന ക്വസ്റ്റ്യനാണ് അല്ലേ. ജോമെട്രിയിൽ ഏതായിരുന്നു ഈ തന്നിരിക്കുന്നത്, ഹെമിസ്ഫിയറും പിന്നെ അത് ഏതെന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ഒരു സിലിണ്ടർ. അപ്പോൾ സിലിണ്ടറിനെ പറ്റി വ്യക്തമായിട്ട് അറിയണം. ഹെമിസ്ഫിയർ എന്താണെന്ന് അറിയണം. ഓരോന്നിൻ്റെയും ഇവിടെ ചോദിച്ചിരിക്കുന്ന സർഫസ് ഏരിയ ആണ്. അപ്പോൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ, പിന്നെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ, അതുപോലെ വോളിയം കണ്ടുപിടിക്കാനൊക്കെ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ 58ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വർക്ക് ആൻഡ് ടൈം എന്നുള്ള ക്വസ്റ്റ്യനാണ്. 59 സ്പീഡ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. 60 നമ്മുടെ എക്സ്പോണൻ്റൊക്കെ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് അല്ലേ. പവറൊക്കെ നല്ലോണം അറിഞ്ഞിരിക്കണം. പിന്നെ സീരീസിൽ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഡയറക്ഷൻ വരുന്നുണ്ട്, അനലോഗി. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് റിലേഷൻ ഉണ്ട്. ഡയറക്ഷൻ്റെ അടുത്ത് 2ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കലണ്ടർ. പിന്നെ നമ്പേഴ്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സീരീസൊക്കെയാണ് പിന്നെ വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ടോപ്പിക്കുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ റിവൈസ് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഈ ടോപ്പിക്കുകളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതെല്ലാം പഠിക്കുക. ഓക്കെ ആണല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.